ഓം ശരവണ ഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ മുരുകഭഗവാന്റെ പ്രസിദ്ധമായ ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗം സ്തോത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദിശങ്കരാചാര്യർ രചിച്ച അത്യന്തം ശക്തിയേറിയ ഒരു സ്തോത്രമാണ്. മുരുകഭഗവാനെ സ്തുതിക്കുന്ന 33 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭക്തിരസപൂർണമായ കൃതിയാണിത്. ഐതിഹ്യപ്രകാരം ഈ സ്തോത്രം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ വെച്ച് ആദിശങ്കരാചാര്യർ രചിക്കപ്പെട്ടതാണ്. ആദിശങ്കരാചാര്യർ ഒരിക്കൽ ഗുരുതരമായ ഉദരവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ മുരുകൻ്റെ കൃപയാൽ തിരുച്ചെന്തൂരിലെത്തി ദിവ്യദർശനം പ്രാപിച്ചു. ആ ദർശനാനുഭവത്തിൽ നിന്നുയർന്ന ഭക്തിസാഗരമാണ് സുബ്രഹ്മണ്യ ഭുജംഗം. ഭുജംഗം എന്നത് സർപ്പത്തിൻ്റെ ചലനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഛന്ദസ്സാണ്. അതുകൊണ്ടാണ് ഈ സ്തോത്രത്തിന് ഭുജംഗം എന്ന പേര് ലഭിച്ചത്. ഈ സ്തോത്രം ഭക്തന് ധൈര്യവും ജ്ഞാനവും ആത്മവിശ്വാസവും ആത്മീയ പുരോഗതിയും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്ലോകം 1. സദാ ബാലരൂപാഭി വിഘ്നാദ്രി ഹന്ത്രി മഹാദന്തിവക്ത്രാഭി പഞ്ചാസ്യ മാന്യ വിധീന്ദ്രാദി മൃഗ്യ ഗണേശാഭിത മേ വിതതാം ശ്രീയം കാഭി കല്യാണമൂർത്തി. അർത്ഥം: എപ്പോഴും ബാലസ്വരൂപനായും എല്ലാ വിഘ്നപർവ്വതങ്ങളെയും തകർക്കുന്നവനായും ആനമുഖം ധരിച്ചിട്ടും ശിവഭഗവാനാൽ ആദരിക്കപ്പെടുന്നവനായും ബ്രഹ്മാവും ഇന്ദ്രനും അന്വേഷിക്കുന്നവനായും ഗണേശൻ എന്ന നാമധേയമുള്ള മംഗളസ്വരൂപനായ ഭഗവാൻ എനിക്ക് ഐശ്വര്യവും മംഗളവും നൽകട്ടെ. സുബ്രഹ്മണ്യ ഭുജംഗത്തിൻ്റെ ആദ്യ ശ്ലോകം ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഏത് ശുഭകാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് വിഘ്നങ്ങളെ നീക്കുന്ന ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പതിവാണ്. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത്, ഈ സ്തോത്രം പൂർണ്ണമാക്കാൻ എനിക്ക് കഴിവില്ല. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. എത്ര വലിയ ജ്ഞാനിയായാലും ദൈവാനുഗ്രഹമില്ലാതെ ഒന്നും സാധ്യമല്ല എന്ന് ഇത് പഠിപ്പിക്കുന്നു. ശ്ലോകം 2. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്തം ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം ചിതേക ഷഠാസ്യ ഹൃദി ദ്യോതതേ മേ മുഖാനി സരന്തേ ഗിരച്ഛാപി ചിത്രം. അർത്ഥം: എനിക്ക് വാക്കുകളുടെ യഥാർത്ഥ അർത്ഥമറിയില്ല, കവിതയോ ഗദ്യമോ രചിക്കാൻ അറിവില്ല. എന്നാൽ ആറുമുഖനായ സുബ്രഹ്മണ്യ സ്വാമി എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ അത്ഭുതകരമായി വാക്കുകൾ എൻ്റെ വായിൽ നിന്നൊഴുകി വരുന്നു. ഇത് ശങ്കരാചാര്യരുടെ പരമവിനയമാണ്. ഞാനല്ല സംസാരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന മുരുകഭഗവാനാണ് സംസാരിക്കുന്നത്. യഥാർത്ഥ ഭക്തൻ തൻ്റെ കഴിവുകളെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല, ദൈവമാണ് തൻ്റെ വഴി പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. ഈ ശ്ലോകം ഭക്തൻ്റെ സമ്പൂർണ്ണ ശരണാഗതിയുടെ പ്രതീകമാണ്. ഓം ശരവണ ഭവായ നമ. നന്ദി, നമസ്കാരം.